റമദാൻ സമയത്ത് കരാമയിൽ പോയപ്പോൾ എടുത്തൊരു വ്ളോഗാണ് ഇത്. ഞങ്ങൾ ഒരു ദിവസം ഒരു ഈവനിങ് കരാമ വരെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 4 പേരും കൂടെ പോയി. അവിടെ പോയി കഴിഞ്ഞ വർഷവും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യവും പോകാമെന്ന് വിചാരിച്ചു. പോയി കാർ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്ന സമയം നോക്കി മോൾ എൻ്റെ അടുത്ത് ഓടി വന്നിരിക്കും കേട്ടോ. ഇരുന്നിട്ട് എന്തൊക്കെയോ കൈവച്ചൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് അവൾ എൻ്റെ മടിയിൽ വന്ന് കുറച്ച് നേരം ഇരിക്കും. അത് കഴിഞ്ഞിട്ട് അവൾ പോയി പുറകിലിരുന്നോളും. അങ്ങനെ വന്നിരുന്നതാണ്. എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. കൈ ഇങ്ങനെ വെക്കാൻ പറ്റുന്നു, കൈ അങ്ങനെ വെക്കാൻ പറ്റുന്നു, അങ്ങനെ ചെയ്യാം അമ്മ, പിന്നെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം, അങ്ങനെ കൈ വെച്ച് ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാനെല്ലാം എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഈ പോകുന്ന വഴിക്ക് കുറേ ബിൽഡിങ്ങുകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞ് തീപ്പെട്ടിക്കൂട് പോലെ കാണാൻ ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ ഒരു ഷോട്ട് എടുത്തതാണ്. പോകുന്ന വഴിക്കായിരുന്നു ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കരാമ സ്ട്രീറ്റിലെത്തി. ദേപ്പുട്ടുണ്ടായിരുന്നു. ദേപ്പുട്ടിയിൽ നിന്ന് നമ്മളൊരു ചായയും തട്ടുകടയില്ലേ അവിടെ നിന്ന് ചായയും സ്നാക്സും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം കുടിച്ചു. പിന്നെ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് റോഡിൻ്റെ സൈഡിൽ. അപ്പോൾ അതൊക്കെ പോയി കണ്ടു, ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇവിടെ ഈ കുലുക്കി സർബത്ത് അങ്ങനത്തെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഒരു പാട്ട് പാടുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അത് ഒത്തിരി നേരം നമ്മൾ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമായിട്ട് പാടി. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം നിന്ന് അത് കണ്ടു. കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറേ നേരം നിന്ന് കണ്ടു. നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ നിന്നിങ്ങനെ നല്ല കാറ്റും പിന്നെ അടുത്ത് മറ്റേ ഒരു ചെറിയ ചെറിയ ഷോപ്പുകളിൽ സ്നാക്സ് കൊടുക്കുന്നതും, അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് ഈ പാട്ടിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ പാടുന്ന പാട്ട് മലയാളം പാട്ടുകളാണ്. നല്ല പാട്ടുകളായിരുന്നു. നന്നായിട്ട് ആ ചേട്ടൻ പാടിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗി, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ നാട്ടിലൊക്കെ ഉത്സവത്തിന് പോയില്ലേ, അതുപോലെയൊക്കെ എനിക്ക് തോന്നിയത്. നമ്മൾ ഉത്സവം കാണാൻ പോകുമ്പോൾ ഒക്കെ ഉള്ള ഒരു സന്തോഷമില്ലേ, അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും ഇവിടെ ഈ കരാമയിൽ ഇങ്ങനെ റമദാൻ സ്ട്രീറ്റിൽ നമ്മൾ ഇവിടെ ഉള്ളപ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. എന്ന് വെച്ചാൽ കാണാൻ ഇഷ്ടമാണ്. ഇപ്പോൾ ദീപാവലി ആയിക്കോട്ടെ, എന്തെങ്കിലും ആഘോഷം ആയിക്കോട്ടെ, ഞങ്ങൾ ഇവിടെ വരും. ഇവിടെ വന്ന് ഇവിടെ മലയാളികളുടെ വീടൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഒരുപോലെ ഇങ്ങനെ അലങ്കരിച്ചൊക്കെ ഇട്ടിരിക്കും. മലയാളി മാത്രമല്ല, എല്ലാവരും അലങ്കരിച്ചിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരും. ഒത്തിരി ആളുകളുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മളവിടെ റോഡിൻ്റെ സൈഡിലും ഒക്കെ നിന്ന് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. മോനും മൂക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ ഈ മുഖം ഇങ്ങനെ വെച്ചിട്ട് ഞാനൊരു സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് ഞാനെന്തോ വീഡിയോ എടുക്കാൻ നോക്കിയതാണ്. പക്ഷെ അതെനിക്കൊന്നും വർക്കായില്ല. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞതാണ്. ഇത് ഈ ചേട്ടന്മാർ മറ്റേ കുലുക്കി സർബത്ത് അത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇത് വാങ്ങി കഴിച്ചില്ല കേട്ടോ. ഞാനിത് മുമ്പ് എപ്പോഴോ ഒരിക്കൽ കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനത് കഴിച്ചില്ല. പിന്നെ ഇവിടുത്തെ വേറെ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതും ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ എനിക്കത് ഇഷ്ടമില്ല. അതുകൊണ്ട് വാങ്ങി കഴിച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷേ അവിടെയൊക്കെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ആ പാട്ടൊക്കെ കേട്ടിട്ട് പിന്നെ നമ്മൾ കുറേ അങ്ങോട്ട് നടന്നു. കുറേ ദൂരമുണ്ട്. അപ്പോൾ കുറേ ദൂരം അങ്ങോട്ട് നടന്നപ്പോൾ അവിടെ വേറൊരു ഷോപ്പിൽ ഇതുപോലെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. അച്ചാറല്ല, ഈ ഉപ്പിൽ ഇട്ട് വെച്ച നെല്ലിക്ക, പിന്നെ പൈനാപ്പിള്, മാങ്ങ, പിന്നെ ആപ്പിള്, അങ്ങനെ എന്തൊക്കെയോ ഉപ്പിലിട്ട ഇത് വെജിറ്റബിൾസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വാങ്ങാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്ന് വെച്ചാൽ അവിടെ കയറാൻ പറ്റില്ലായിരുന്നു. ബില്ല് വാങ്ങാൻ തന്നെ സമയം എടുക്കുമായിരുന്നു, കുട്ടികളുള്ളതുകൊണ്ട്. പക്ഷേ എനിക്കിതൊക്കെ ഒന്ന് കഴിക്കണമെന്നുണ്ടായിരുന്നു. തിരക്കായതുകൊണ്ട് പോയില്ല. അങ്ങനെ ഇഷ്ടമുള്ള ഫുഡെല്ലാം അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത 1-2 ഫോട്ടോസാണ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും പ്ലീസ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്